ശ്രീ ടി പി സെൻകുമാർ സർ, കഴിഞ്ഞ തവണ കുംഭമേളയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നപ്പോൾ അങ്ങ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിരുന്നു വി ഡി സതീശനുമായി ബന്ധപ്പെട്ട്. അത് പിന്നീട് ആഘോഷിക്കുന്നത് അങ്ങയ്ക്കും ഞങ്ങൾക്കും എതിരെയൊക്കെ വളരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ തൊടുത്തുവിടുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമായ മീഡിയ വണ്ണും പത്രവുമൊക്കെ ആയിരുന്നു. അത്ര കണ്ട് അവരെ വേദനിപ്പിച്ചു വി ഡി സതീശനെ തൊട്ടപ്പോൾ. എന്തായിരിക്കും കാരണം? ഈ ശ്രീ വി ഡി സതീശൻ്റെ മതേതരത്വം എന്നത് വളരെ ശുഷ്കമായ, വളരെ പാർഷ്യലായ ഒരു ഭാഗത്തേക്ക് മാത്രമുള്ള മതേതരത്വമാണ്. അത് കാണണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന വേദിയിൽ അദ്ദേഹം നിൽക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നത് ചേകന്നൂർ മൗലവിയാണ്. അദ്ദേഹത്തിന് ചേകന്നൂർ മൗലവിയെ അറിയാമെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം MLA ആവുന്നതിന് മുമ്പ് തന്നെ ചേകന്നൂർ മൗലവി ഇല്ലാതായിരുന്നു. അതിന് കാരണക്കാരെന്ന് ജനം കരുതുന്നവരുടെ കൂടെ ഇരുന്ന് ഈ മതേതരത്വം പ്രസംഗിക്കുമ്പോൾ അത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വെടിമറ മുതൽ മൂവാറ്റുപുഴ വരെ, അത് അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലല്ല, ഞാനൊരു കേരളത്തിൻ്റെ ഒരു ദീർഘമായിട്ടുള്ള ആലുവ, പെരുമ്പാവൂർ, അങ്ങനെയുള്ള മൂവാറ്റുപുഴ വരെയുള്ളൊരു ഭാഗത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ രോഹിംഗ്യൻ, ബംഗ്ലാദേശി ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ഇവർക്കെല്ലാം ഇന്ത്യൻ വോട്ടർ ID കാർഡും അതുപോലുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ വോട്ട് കഴിഞ്ഞ് ആയിരക്കണക്കിന് ബസ്സുകളിലാണ് പലപ്പോഴും അവരുടെ സ്ഥലങ്ങളിൽ വോട്ട് ചെയ്യാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. പിന്നെ ആ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പ്രത്യേകത കൂടി ഞാൻ പറയാം. ആ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പ്രത്യേകത, അവിടെ മിക്കവാറും CPIയുടെ ഒരു കാൻഡിഡേറ്റാണ് നിൽക്കുക. അവിടെ മിക്കവാറും NDAയുടെ ഒരു പാർട്ട്ണർ കാൻഡിഡേറ്റ്, BJPയുടെ കാൻഡിഡേറ്റ് അല്ല എന്നാണ് ഞാൻ ഓർക്കുന്നത്. അങ്ങനെയൊക്കെയാണ് അവിടെയുള്ള ആ കോൺസ്റ്റിറ്റ്യുവൻസി. അപ്പോൾ അവർക്ക് എന്താ പറയുന്നത്, ഒരു ചോയ്സ് ഇല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഞാൻ ജയിച്ചിരിക്കുമെന്നുള്ളത്. അവിടെ ജയിച്ചാൽ മാത്രമല്ലേ മുഖ്യമന്ത്രിയും ഒക്കെ ആകാൻ സാധിക്കൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു. എനിക്ക് BJPയുടെ ഒപ്പീനിയനായിട്ടല്ല പറഞ്ഞത്. പക്ഷേ ഈ രാജ്യത്തിൻ്റെ അപകടം മനസ്സിലാക്കി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഹൈന്ദവ ഭൂരിപക്ഷം അല്ലെങ്കിൽ ഹൈന്ദവർ ഉണ്ടാകണം ഈ രാജ്യത്ത് ബാക്കിയായി എന്ന് വിശ്വസിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ പറയുകയാണ്, ഹൈന്ദവർ, ഇനി അതിന് BJPക്ക് എതിർക്കാൻ പറ്റില്ലല്ലോ, ഹൈന്ദവർ വോട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള മതേതരത്വം ഒരു ഭാഗത്തേക്ക് മാത്രം പറയുന്നവരെ തോൽപ്പിക്കുക എന്നത് നമ്മുടെ പ്രാഥമിക കർത്തവ്യമാണ് എന്ന്. അതിനൊരു പാർട്ടിയുടെയും സഹായം എടുക്കേണ്ട. അത് പറയുന്നതിന് എനിക്കാരുടെയും സർട്ടിഫിക്കറ്റും ലൈസൻസും ആവശ്യമുണ്ടെന്ന് തോന്നുന്നുമില്ല. അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇതിൽ മാത്രമല്ല, നമ്മൾ നോക്കുക, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മൗദൂദി പറഞ്ഞതിൽ നിന്നും ഇപ്പോൾ ബംഗ്ലാദേശിൽ കാണുന്നത് എന്താണ്? അവിടെ ആ ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതേപ്പറ്റി ശ്രീ വി ഡി സതീശൻ ഒരക്ഷരം മിണ്ടിയിട്ടുണ്ടോ ഇതുവരെ? അവിടെ ഹിന്ദുക്കളെ ഇങ്ങനെ കൊല്ലുന്നത് തെറ്റാണ്, അവിടെ മതേതരത്വം വേണം, അതിന് ഞാൻ ഇവിടെ നിന്ന് ശബ്ദിക്കും. ഗാസയ്ക്ക് വേണ്ടി ശബ്ദിക്കാൻ പറ്റിയല്ലോ, മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ പറ്റിയോ? ഓക്കെ, നിങ്ങൾക്ക് അടുത്ത ആൾക്കാർക്ക് പോകണമെങ്കിൽ പോയിക്കോളൂ. പക്ഷേ
ഞാനിത് പറഞ്ഞു നിർത്തുകയാണ്. അതുകൊണ്ട് ഞാനിത് പറയുന്നത്, ഈ കാര്യങ്ങളിൽ ഒരു കൃത്യമായ സ്റ്റാൻഡ് ഹൈന്ദവർ സ്വീകരിക്കുന്നില്ലെങ്കിൽ സ്വന്തം വോട്ട് ബേസ് എവിടെയാണ് എന്നറിയാൻ ഇത്തരം ആൾക്കാർക്ക്, ഇതൊരാൾ മാത്രമല്ല പലരുമുണ്ട്, ആ പലരും അറിയുന്നില്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു മുസ്ലിം സമുദായക്കാരൻ ഇങ്ങനെ പ്രഖ്യാപിക്കുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഇത് അറിയിക്കേണ്ട വിധത്തിൽ അറിയിക്കാൻ നമ്മൾ എന്ന് തയ്യാറാകുന്നോ അന്ന് നിൽക്കുകയുള്ളൂ ഇതൊക്കെ. അതാണ് എനിക്ക് പറയാനുള്ളത്.